aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. വ്യസനപുത്രനായി യബ്ബേസ് ദൈവത്തോട് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി എന്ന് 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യബ്ബേസിന് അപേക്ഷിച്ചതൊക്കെയും ദൈവം നൽകി എന്നുള്ള വാചകത്തോടു കൂടിയാണ് യബ്ബേസിന്റെ ചരിത്രം അവസാനിക്കുന്നത്. ദൈവഹിത പ്രകാരമുള്ള വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷ ദൈവം നൽകുന്നു. യബ്ബേസ് ദൈവത്തോട് ആജ്ഞാപിക്കുകയല്ല, മറിച്ച് അപേക്ഷിക്കുകയാണ് ചെയ്തത്. ചിലർ ദൈവത്തോട് ആജ്ഞാപിക്കാറുണ്ട്, അത് തെറ്റാണ്. പ്രാർത്ഥന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അപേക്ഷിക്കുക എന്നാണ്. മക്കൾ പിതാവിനോട് ആജ്ഞാപിക്കാറില്ലല്ലോ. യാചിക്കുക, ചോദിക്കുക, അപേക്ഷിക്കുക, ഇങ്ങനെയുള്ള വാക്കുകളാണ് പ്രാർത്ഥനയ്ക്ക് തിരുവെഴുത്തിൽ ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. യേശു പിതാവിനോട് അപേക്ഷിക്കുന്നതായി പല ഭാഗങ്ങളിലും നാം കാണുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് യേശു പറഞ്ഞത്. യേശു വീണ്ടും പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കുമെന്ന യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23-24 വചനങ്ങൾ നാം വായിക്കുന്നു. പ്രാർത്ഥനയുടെ വലിയ പാഠമാണ് അപേക്ഷിക്കുക എന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ദൈവത്തോട് അപേക്ഷിച്ചു. ഏലിയാവ് അപേക്ഷിച്ചു, അപേക്ഷിച്ചതിനെ ദൈവം നൽകി. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല എന്ന് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. കർത്താവിന്റെ ഹിതപ്രകാരം തിരുമുൻപാകെ എന്തപേക്ഷിച്ചാലും ദൈവം അത് നൽകും. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 14-15 വചനങ്ങൾ. അപേക്ഷയിൽ കണ്ണീരുണ്ട്. യേശു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷിച്ചു. അഭയാചനയും കഴിച്ചുവെന്ന് എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. യാക്കോബ് അനുഗ്രഹത്തിനായി കരഞ്ഞു എന്ന് ഹോശേയ 12:4 നാം കാണുന്നു. നാവ് കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുകയും ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്നും അകലുന്നതല്ല പ്രാർത്ഥന. ദൈവം അതിരങ്ങളെയല്ല ഹൃദയത്തെയാണ് നോക്കുന്നത്. ഹൃദയത്തിൽ അകൃത്യങ്ങളുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു എന്ന് 66-ാം സങ്കീർത്തനം 18-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. ശുദ്ധിയുള്ള മനസ്സിൽ നിന്നുയരുന്ന വിശുദ്ധമായ അപേക്ഷകളാണ് പ്രാർത്ഥന. നാം നമുക്കായി മാത്രം പ്രാർത്ഥിക്കുന്നവർ ആകരുത്. മറ്റുള്ളവർക്ക് വേണ്ടിയും ദൈവീയ ശുശ്രൂഷകൾ ഫലപ്രദമാകുവാനും പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തത് എന്നതിനെ കുറിച്ച് യാക്കോബ് ഇങ്ങനെ പറയുന്നു. നിങ്ങൾ യാചിക്കുന്നു, എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങൾ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 3-ാമത് വചനം. വല്ലാതെ യാചിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ ഉദ്ദേശത്തോടെ യാചിക്കുക എന്നാണ്. പ്രാർത്ഥനയ്ക്ക് പിമ്പിലുള്ള ഉദ്ദേശത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിനുള്ള പ്രാർത്ഥനകളായി ഇക്കാലത്തെ പ്രാർത്ഥനകൾ തരം താണിരിക്കുന്നു. അതായത് സ്വന്തം ഇഷ്ടങ്ങൾക്കായി മാത്രം ചില യാചനകൾ,
ദൈവമക്കളിൽ നിന്ന് ഉയരുന്നു. അവരന്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട് അവനെ പോലെ ആകുവാനുള്ള വ്യഗ്രതയിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ ഭോഗങ്ങൾ ചിലവിടേണ്ടതിനുള്ള പ്രാർത്ഥനകൾ തന്നെ. സ്വന്തം ഇഷ്ടങ്ങൾക്കായുള്ള ഇത്തരം പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ചെല്ലുന്നില്ല. നാം നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ദൈവ വിഷയത്തിലുള്ള സമ്പന്നതയ്ക്കായി ദൈവത്തിൽ പ്രഥമ പരിഗണന നൽകി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1 തെസ്സലോനിക്കർക്ക് ലേഖനം 3-ാം അധ്യായം 10-ാമത് വചനം. നാം നമുക്കായും മറ്റുള്ളവർക്കായും പ്രാർത്ഥിക്കുന്നതിനെ ദൈവം നൽകുന്നു. പ്രാർത്ഥന ദൈവാശ്രയത്തിന്റെ തെളിവാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ യേശു ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത് വചനത്തിൽ പറയുന്നു. അതിനാൽ എപ്പോഴും പ്രാർത്ഥിച്ച് പിശാചിന്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കുവാനുള്ള ശക്തി നമുക്ക് നേടാം. കാരണം വിശ്വാസിയുടെ ശക്തി സ്രോതസ്സാണ് പ്രാർത്ഥന. വിശ്വാസിയുടെ ജീവരക്തമാണ് പ്രാർത്ഥന. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.